1-2 വർഷമായിട്ടൊക്കെ എന്നെ കാണുന്ന എൻ്റെ പല സുഹൃത്തുക്കളും എൻ്റെ ഈ വയറെങ്ങനെ കുറഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഫാറ്റ് ലോസ് ഉണ്ടായത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾക്ക് വയറ് കൂടുതലാണ്, അപ്പോൾ കുറച്ച് ഫാറ്റൊക്കെ കുറക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്പോർട്സ്, ഫിറ്റ്നസ്, ഹെൽത്ത് തുടങ്ങിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആഴ്ചകളിലും വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു ചാനലാണിത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ വെയിറ്റ് ലോസിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ വയറ് കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നാമതായിട്ട് ചെയ്തത് ഭക്ഷണം കൺട്രോൾ ചെയ്യൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രം ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് എത്രത്തോളം സക്സസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭക്ഷണം മാത്രമല്ല നമ്മുടെ ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്നത്, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ബോഡിലി ആക്ടിവിറ്റീസാണ് ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്നത്. ഭക്ഷണത്തിലൂടെ നമ്മൾ ഫാറ്റ് കൊടുക്കുന്നത് കുറയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചില പ്രത്യേകതരം ഡയറ്റുകളൊക്കെ ഉണ്ട്. ആ ഡയറ്റുകളൊക്കെ നല്ലതാണ്. ഡിബേറ്റുകൾ പലതും ആ ഡയറ്റുകളുടെ പേരിൽ നടക്കുന്നുണ്ടെങ്കിലും മിക്ക ഡയറ്റുകളും സക്സസ്ഫുള്ളായിട്ട് പല ആളുകൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെമ്പററിലി മാത്രമാണ് അങ്ങനെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ വ്യായാമം നിങ്ങളുടെ പാർട്ട് ഓഫ് ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഭക്ഷണ രീതികളും ശ്രദ്ധിക്കുക. 70% കിച്ചൺ ആൻഡ് 30% ആക്ടിവിറ്റീസ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ചോറ് കഴിക്കും, കുറച്ച് കൂട്ടാനും കൂട്ടിയിട്ട് അങ്ങനെയുള്ള ശീലം ഒഴിവാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രോട്ടീനും ന്യൂട്രീഷ്യൻസൊക്കെ ഉള്ള മറ്റുള്ള കണ്ടൻസും കൂടി ധാരാളമായിട്ട് കഴിക്കുക. പച്ചക്കറി ധാരാളമായിട്ട് കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. പിന്നെ ചില ദിവസങ്ങൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ കാബ്സ് ഒഴിവാക്കിയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മാർഗ്ഗമാണ് 2-3 ദിവസം കാബ്സ് തൊടാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു ക്ഷീണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുശേഷം നമ്മൾ പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങൾ കാബ്സ് എടുത്തിട്ട് ആ ക്ഷീണം മാറുന്നൊരവസ്ഥ ഉണ്ടാകും. പിന്നീട് നമ്മുടെ ബോഡി അത് ക്രമേണ അഡോപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഭക്ഷണ ശൈലിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് പിന്നെ നമ്മുടെ ബോഡിക്ക് പിടിച്ചോളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ രീതിയിൽ കുറേശ്ശെയായിട്ട് ചെയ്തത്. ആദ്യത്തെ ആഴ്ച ഒരു ദിവസം കാബ്സ് ഒഴിവാക്കി, ബാക്കിയുള്ള ദിവസങ്ങളിൽ കാബ്സ് വളരെ കുറച്ച്. ഇപ്പോൾ ചോറാണെങ്കിൽ ചോറ്, കുബൂസാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ കുബൂസാണ് കഴിക്കുന്നത്, അപ്പോൾ കുബൂസാണെങ്കിൽ അത് കുറച്ച് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്നൊരു ദിവസം കാബ്സ് തീരെ കഴിക്കാത്ത ദിവസങ്ങളുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം പിന്നെ തുടർച്ചയായിട്ട് കാബ്സ് കഴിക്കാത്ത ദിവസങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ലോസ് കിക്ക് ചെയ്തു. അങ്ങനെ ഫാറ്റ് ലോസ് ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ട് പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് കൂടി ചെയ്തു. നന്നായിട്ട് ഇൻറ്റൻസിറ്റി ഉള്ള ട്രെയിനിങ്ങൾ. ഞാൻ ജിമ്മിന് പോയിട്ടല്ല ഫാറ്റ് ലോസ് ഉണ്ടാക്കിയത്, ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് ഫാറ്റ് ലോസ് ഉണ്ടായത്. ഗ്രൗണ്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് നോക്കാം. 5 എക്സസൈസുകൾ മാത്രമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഞാൻ പുഷപ്പ് ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പുഷപ്പ് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് ബോഡി ഫാറ്റ് അല്ലെങ്കിൽ വയറ് കുറക്കാമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫുൾ ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഫാറ്റ് ലോസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗം. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ ഫുൾ ബോഡി ചെയ്യുക. നിങ്ങളൊരു ആഴ്ചയിൽ 3 ദിവസം ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്താൽ ഫാറ്റ് ലോസിന് ഏറ്റവും നല്ലത് അത്തരത്തിലുള്ള ഒരു ജിം വർക്കൗട്ടാണെന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൂടി ചെയ്യുന്നത്. 5 എക്സസൈസുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് ഓണാക്കാം, എൻ്റെ കൂടെ ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ ഇത്രയും വർക്കൗട്ടുകളാണ് നിങ്ങൾ ചെയ്ത് തുടങ്ങേണ്ടത്. ഇതിൽ സ്ക്വാട്ട് ത്രസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഇരുന്നിട്ട് മുകളിലേക്ക് ചാടുന്ന ആ ഒരു ട്രെയിനിങ്, അത് നിങ്ങൾക്ക് പുഷപ്പുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുഷപ്പ് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാം.
നമ്മൾ ക്രഞ്ചസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനുള്ള നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതും കൂടി അതൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി ചെയ്യാം. അപ്പോൾ ഇന്ന് 5 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ വേണം, ഇന്ന് 5 എണ്ണം. അപ്പോൾ നാളെ അത് 6ഉം 7ഉം ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഗ്രാജ്വലി നിങ്ങൾ വീക്കിലി ഒരു 3 തവണയെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഒരു 45 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ട് വേണം ഇത് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം ഓടാം, ഓക്കെ, നല്ല ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ഓടാം. അങ്ങനെ ശരിക്കും ഒരു കിതപ്പൊക്കെ വരുന്ന തരത്തിലുള്ള ഓട്ടം ഓടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്കൊരു വീഡിയോ നിങ്ങളുടെ സംശയങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വിഷയങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഗുഡ് ബൈ.